അപ്പോൾ ഈ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? അത് നമ്മുടെ ഏറ്റവും പ്രതിരോധ ശക്തി കുറയുന്നത് കൊണ്ടാണ്. അത് നമ്മുടെ ദിനചര്യ കൊണ്ടും ആഹാരം കൊണ്ടും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടും നമുക്ക് വളരെ നിയന്ത്രിക്കാം. ക്യാൻസർ വരാത്ത ബോഡിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ മൊബൈൽ തന്നെയും 1500 രൂപ വിലയുള്ള മൊബൈൽ തന്നെ അതിൻ്റെ 5 ജെലാറ്റിൻ സ്റ്റിക്കിൻ്റെ അത്രയും പവറാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ക്യാൻസറിനെ പറ്റിയാണ്. കാരണം എല്ലാ ആളുകളും അത്യന്താപേക്ഷിതമായിട്ട് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മളെപ്പോഴും പറയാം സാമ്പത്തിക നേട്ടം വേണമല്ലോ. എല്ലാത്തിൻ്റെയും ബോട്ടം ലൈൻ എന്ന് പറയാൻ സാമ്പത്തിക നേട്ടമാണ്. ഇന്നിപ്പോൾ നമുക്ക് സാമ്പത്തിക നേട്ടം ഇല്ലാത്ത ഒരേ ഒരു ഫീൽഡെന്ന് പറയാൻ മെഡിക്കൽ ഫീൽഡാണ്. ഇപ്പോൾ നിസ്സാരം ഈ ക്യാൻസറിനെ പറയുന്ന ഒരു ഭീകരമായ സോക്കേടായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ ദിനചര്യ കൊണ്ടും ആഹാരം കൊണ്ടും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടും നമുക്ക് വളരെ നിയന്ത്രിക്കാം. ക്യാൻസർ വരാത്ത ബോഡിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ പ്രകൃതിയിലനുസരിച്ച് ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസറിൻ്റെ പ്രധാന ഒരു ഘടകം നമ്മുടെ ചുറ്റുപാട് തന്നെയാണ്. അപ്പോൾ ഉദാഹരണം നമുക്ക് പാരമ്പര്യമായിട്ട് വരും. അതിന് ജനറ്റിക് റീസൺ കൊണ്ട് വരും, നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിനെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്കത് മാറ്റാൻ സാധിക്കും. പിന്നെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ചുറ്റുപാടുകളാണ്. ചുറ്റുപാടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കഴിക്കുന്നത് പറയാം ആഹാരം, പിന്നെ വെള്ളം, വായു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് വായുവാണ്. അപ്പോൾ വായുവിൽ കൂടാണ് നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്. ഈ ഓക്സിജൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിറ്റുകൾ പോലും ജീവിക്കാൻ പറ്റില്ല. അതേസമയം വെള്ളമില്ലാതെ നമുക്ക് 1 മാസമോ 2 മാസമോ 3 മാസം വരെ നമുക്ക് പോകാം. അതേസമയം ആഹാരമില്ലാതെ നമുക്ക് 6 മാസം 1 വർഷമൊക്കെ പോകാം. അത് കഴിഞ്ഞാൽ നമ്മൾ മരണം സംഭവിക്കും. കാരണം അത് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നമുക്ക് ആഹാരത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് നമുക്കങ്ങനെ ജീവൻ നഷ്ടപ്പെടാം. അപ്പോൾ ഓക്സിജനാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആദ്യം നമുക്ക് ഓക്സിജനെ പറ്റി പറയാം. പ്രകൃതിയിൽ അല്ലെങ്കിൽ ഭൂമി തന്നെ നമുക്ക് എടുക്കാം. നമ്മൾ ഭൂമിയിലല്ലേ ജീവിക്കുന്നത്. ഒരു സ്ഥലത്തും ഈ വായുവിൽ, അതായത് അന്തരീക്ഷത്തിൽ മലിനീകരണം ഇല്ലാത്തതില്ല. അതിൻ്റെ കാരണം ഒന്ന് നമ്മുടെ ഇൻഡസ്ട്രി, പിന്നെ നമ്മുടെ ഈ യാത്രാ സൗകര്യങ്ങൾക്കുള്ളത്, പിന്നെ അതുപോലെ നമ്മുടെ കൃഷിയിടങ്ങൾ, ഇതെല്ലാം പൊള്യൂട്ടഡാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരു സ്ഥലത്ത് എയ്റോപ്ലെയിൻ ഉണ്ടെങ്കിൽ അതായത് ഒരു എയ്റോപ്ലെയിൻ ഏകദേശം ഒരു 10, 1000 അല്ലെങ്കിൽ 2000 ആയിരക്കണക്കിന് ഒരു ബസ്സിൻ്റെ എനർജി കൊണ്ടാണ് പൊങ്ങുന്നത്. കാരണം 380 ആളുകളും അതിൻ്റെ ഈ ലഗേജും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തുമാത്രം ഇന്ധനം വരും എന്നുള്ളതാണ്. അപ്പോൾ ആ ഇന്ധനം എവിടെല്ലാം ഭൂമിയുടെ ഉണ്ട് ഇതെല്ലാം അവിടെ പകരുകയാണ്. അപ്പോൾ നമുക്ക് യാതൊരു കാരണവശാലും അത് ഓക്സിജൻ നമുക്ക് കിട്ടത്തില്ല, പൊള്യൂട്ടഡ് ആയിരിക്കും. 1. 2 നമുക്ക് കിട്ടുന്ന വെള്ളമാണ്. ഈ പറഞ്ഞതുപോലെ വെള്ളം മുഴുക്കും പൊള്യൂട്ടഡാണ്. ഇപ്പോൾ ഉദാഹരണം, മഴ പെയ്താൽ തന്നെ അത് പൊള്യൂഷനായിട്ട് വരും. കാരണം ആകാശം മുഴുക്കെ ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ പുകയുടെ മാലിന്യം അല്ലെങ്കിൽ അത്രയുള്ള ടോക്സിൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ വെള്ളം താഴെ വന്ന് ഭൂമിയിൽ വന്ന് എല്ലാ ജീവജാലങ്ങൾക്കും പ്രോബ്ലം ഉണ്ടാക്കും. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ആഹാരമാണ്. ആഹാരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം സിന്തറ്റിക് കെമിക്കൽസ് ഉപയോഗിക്കുന്നതാണ്. ഇന്ന് ലോകം മുഴുക്കിയുള്ള വെജിറ്റബിൾസും അല്ലെങ്കിൽ ധാന്യങ്ങളും എല്ലാം. അപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ കേരളത്തിൽ ഇരുന്നിട്ട് നമുക്ക് തമിഴ്നാട് തന്നെ ഉദ്ദേശിക്കാം. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ അവർ മാക്സിമം പെസ്റ്റിസൈഡ്സ്, ജെർമിസൈഡ്സ്, പിന്നെ ഇതെല്ലാം പ്രിസർവേറ്റീവ്സ് എല്ലാം അടിച്ചിട്ടാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏത് പഴവർഗ്ഗം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഈച്ച വരില്ല, എറുമ്പ് വരില്ല, ഒന്നും വരില്ല. കാരണം ഇത് മരിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ അടുത്തതാണ് റേഡിയേഷനാണ്. ഇപ്പോൾ ചെറിയൊരു മൊബൈൽ തന്നെ, ഇപ്പോൾ മൊബൈൽ ആണല്ലോ, ഈ മൊബൈൽ കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത്. ഇവയെല്ലാം ഗൂഗിൾ പേ അവസാനം വരുന്ന കുട്ടികൾക്ക് പോലും എഴുതാനോ വായിക്കാനോ അറിയാൻ വയ്യാത്തൊരു സ്റ്റേജാക്കി മാറിയിട്ടുണ്ട്.
മൊബൈൽ തന്നെയും 1000-1500 രൂപ വിലയുള്ള മൊബൈൽ തന്നെ അതിൻ്റെ 5 ജെലാറ്റിൻ സ്റ്റിക്കിൻ്റെ അത്രയും പവറാണ്. അപ്പം ഇപ്പം നമ്മളിവിടെ നിന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ആളുകളായിട്ട് നമുക്ക് സംസാരിക്കാം, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും. അപ്പോൾ അത്രയ്ക്ക് ഹൈ റേഡിയേഷനാണ് വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ റേഡിയേഷനാണ്. അത് നമ്മളൊരു മുറി ഇപ്പോൾ ഇത് പിന്നെ ഉദാഹരണത്തിന് ഈ പിന്നെ തുറസമല്ല അല്ലാത്തതെല്ലാം ഇലക്ട്രിഫൈ ചെയ്തിട്ടുള്ള എല്ലാം റേഡിയേഷനാണ്. അപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഈ കോട്ടൺ അല്ലാത്ത എല്ലാത്തിനും റേഡിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും പറഞ്ഞ് നമുക്ക് നിർത്തിയിട്ട് ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? അത് നമ്മുടെ ഏറ്റവും പ്രതിരോധ ശക്തി കുറയുന്നത് കൊണ്ടാണ്. ഈ പ്രതിരോധ ശക്തി നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം? അതിന് ഇപ്പോഴത്തെ ഈ നമ്മുടെ ഈ മോഡേൺ വേൾഡ് അല്ലെങ്കിൽ സിവിലൈസ്ഡ് പേഴ്സൺസ് ലിവിങ് ഇൻ ദ സിവിലൈസ്ഡ് വേ. നമ്മൾ സോക്കാൾഡ് സിവിലൈസേഷനേ ഉള്ളൂ. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും സിവിലൈസേഷൻ്റെ ഏതെല്ലാം സിവിലൈസേഷൻ അതിൻ്റെ എല്ലാം മറികടന്ന് ഉള്ള സിന്തറ്റിക്കായിട്ടും ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രതിരോധ ശക്തി മാക്സിമം കുറയുകയാണ്. പിന്നെ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സെല്ലുകൾക്കും ക്യാൻസർ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഉദാഹരണം നമ്മൾ പ്രധാനമായിട്ട് ആളുകൾ കാണും, ഒരു മുഴ കാണും. അപ്പോൾ ആൾ പറയുന്നത് മുഴയാണ്, എന്താണെന്ന് അറിയത്തില്ല, ഒരു ഡോക്ടറെ കാണിക്കാൻ പറയും. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്ക് പിന്നെ രണ്ടിനമാണ് മുഴകൾ. ഒന്ന് ബിനൈൻ, അടുത്തത് മാലിഗ്നൻറ്റ്. ബിനൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കത്തില്ല, എന്നാലും കുഴപ്പമുണ്ടാക്കും. മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ക്യാൻസറസ് സെല്ലുകളാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? ഇതിനെ ഒഴിവാക്കുന്നതിന് ഇപ്പോൾ പല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ, പിന്നെ കീമോതെറാപ്പി ആൻഡ് സർജറി. ഇതല്ലാതെ വേറൊരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഡോക്ടർമാർക്ക് അതിനെപ്പറ്റി ബാക്കിയുള്ളതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ല താനും. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭാഗം മുഴുക്കെ റേഡിയേഷനോട് നിർജ്ജീവമായിട്ട് മാറിക്കഴിയുകയാണ്. അതായത് ഒരു പിന്നെ നിർജ്ജീവമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെഡ് സെല്ലുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വരുമ്പോഴത്തേക്ക് എന്ത് വേണമെങ്കിലും കോംപ്ലിക്കേഷൻ വരാം, സെപ്റ്റിക്കാവും എന്ന് പറഞ്ഞാൽ അത് പഴുപ്പ് ഇതൊക്കെ കൊണ്ട് നിറയാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ റേഡിയേഷൻ അതാണ്. പിന്നെ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപയോഗിക്കുന്നത് വളരെ ടോക്സിറ്റി ഉള്ള കെമിക്കലാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു കുറച്ച് ആശ്വാസം നമുക്ക് തോന്നിക്കും. ഉദാഹരണം, ഈ കീമോതെറാപ്പി കഴിഞ്ഞ ഒരാളുടെ നോക്കിക്കഴിഞ്ഞാൽ മുടി കംപ്ലീറ്റ് പോകും. അതിൻ്റെ കാരണം എന്താണ്? അത്രയ്ക്ക് ഹൈ കെമിക്കൽസാണ്. പിന്നെ അടുത്തത് സർജറിയാണ്. പിന്നെ സർജറി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം സർജറി ചെയ്യേണ്ട കേസുകൾക്ക് സർജറി ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇതിന് മറ്റൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ അഡ്വാൻസ് കൺട്രി, ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്ന അഡ്വാൻസ് കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം എല്ലാം കൊണ്ടും ഒരു 10, 20 അല്ലെങ്കിൽ 30 വർഷം പുറകിലാണ്. എന്നാൽ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. യൂറോപ്യൻ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഇന്ത്യയിലാണ്. പക്ഷേ അത് നമുക്ക് ആർക്കും അങ്ങനെ സാധാരണക്കാർക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇതെല്ലാം 5 സ്റ്റാർ ഹോസ്പിറ്റലുകളാണ് ചെയ്യുന്നതും അവിടെ സാധാരണയുള്ളവർക്കത് അഫോർഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മറ്റൊരു കാര്യം വന്നിട്ട് നമ്മൾ ആദ്യമായി പറഞ്ഞത് എന്താണ്? സാമ്പത്തികമായിട്ട് ലാഭിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി ഡോക്ടർ ഇല്ലാത്ത ആളുകളുടെ കുറവാണ്. എന്നാലും ഇല്ലാത്തവരും ധാരാളമുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാത്ത ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് തന്നെ പോകണം. അതിപ്പോൾ ഏത് സിസ്റ്റം ആയാലും കുഴപ്പമില്ല. എല്ലാ സിസ്റ്റത്തിലും ഒരുപോലെ തന്നെയാണ് അവരുടെ ബേസിക് പിന്നെ ക്വാളിഫിക്കേഷനും ബേസിക് പഠന രീതി അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഡോക്ടർമാർക്കും എല്ലാത്തിനെ പറ്റി അറിയാൻ സാധിക്കും. പക്ഷേ അവരാണ് നിങ്ങൾ ഇന്ന ഡോക്ടറെ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണേണ്ടതെന്ന് പറഞ്ഞവരെ ഡയറക്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഒരു ടെൻഡൻസി പറയാം, എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കഴിച്ചൊരു അസ്വസ്ഥത വന്നു കഴിയുമ്പോൾ ജലദോഷമോ അതുപോലെ നിസ്സാര കാര്യം വന്നു കഴിഞ്ഞാലും നേരെ അവർ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ്. പിന്നെ അവിടെ പോയി ടോക്കൺ എടുക്കണം, കൺസൾട്ടിങ് ഫീസ് കൊടുക്കണം, മിനിമം 500 റുപ്പീസെങ്കിലും കൊടുക്കണം. ചില ഹോസ്പിറ്റലിൽ മാത്രം 300 അല്ലെങ്കിൽ 400 വെച്ചേക്കും. പക്ഷേ ഇതവിടെ ചെന്ന് കഴിഞ്ഞാൽ മാറത്തില്ല. ഇപ്പോൾ ഒരു തലവേദന, നിസ്സാര ഒരു
ഹെഡേക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ ജനറൽ ഫിസിഷ്യൻ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് രണ്ട് രീതിയിലാണ്. ഒന്ന് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്, മറ്റൊന്ന് ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെൻറ്റ്. ഡയഗ്നോസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ കണ്ട് കൊടുക്കും. അപ്പോൾ ഉദാഹരണം നമുക്ക് തലവേദന. അപ്പോൾ തലവേദന തലയുടെ പുറകിലാണോ മുമ്പിലാണോ അല്ലെങ്കിൽ സൈഡിലാണോ എന്നെല്ലാം നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ അത് പേഷ്യൻ്റ് പറയും. അപ്പോൾ അതിനനുസരിച്ച് ആദ്യം നമ്മൾ ജനറലായിട്ടുള്ളൊരു മെഡിസിൻ കൊടുക്കുക. അപ്പോൾ അത് എല്ലാ സിസ്റ്റത്തിലും അതുപോലെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം മോഡേൺ മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സെഡേറ്റീവ് എന്തെങ്കിലും കൊടുക്കും. ഇപ്പോൾ ഉദാഹരണം ഈ പാരാസെറ്റമോൾ ഇതെങ്കിലും അത് വേദനയെ കുറച്ച് നിൽക്കും. അപ്പോൾ ഹോമിയോപ്പതിക് മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് സിംറ്റമാറ്റിക് ആണ് നോക്കുന്നത്. ഹെഡേക്ക് എന്ന് പറയുമ്പോൾ പല രീതിയിലാണ്. അതായത് ഹാമറിങ് ഹെഡേക്ക് ഉണ്ട്, ചുറ്റി അടിക്കുന്ന പോലുള്ളതുണ്ട്, പിന്നെ ടയറിങ് വലിച്ചു കീറുന്നത് പോലുള്ളതുണ്ട്, പിന്നെ ഫ്രണ്ടിലൊരു തലവേദന വരുന്നതുകൊണ്ട് സൈഡിൽ. അപ്പോൾ ഓരോന്നിനും ഓരോ മെഡിസിൻസ് മാറി വരും. മിക്കവാറും ഒരു 80% ആ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ തലവേദന നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും നിന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. അപ്പോൾ അവിടാണ് മിക്കവാറും എല്ലാ ആളുകളും ഒരു ജനറൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ വലിയ ചിലവില്ലാത്തൊരു ഡോക്ടറെ കണ്ടിട്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നത്. ഇല്ല നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഒരു തലവേദന എന്ന് പറഞ്ഞൊരു വലിയ ഹോസ്പിറ്റൽ, സ്റ്റാർ ഹോസ്പിറ്റൽ ഇപ്പോൾ നമുക്കിവിടെ ഒരുപാടുണ്ട്. സിറ്റി നിറച്ചൊരു 10 ഹോസ്പിറ്റലെങ്കിലും അതുപോലെ ഉണ്ട്.